ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നത് ബി എ ഗുഡ് മോം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിലാക്സ് ആയിട്ടുള്ള കുറച്ച് ടൈം ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കണേ. അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ ജോലികളൊക്കെ അത്യാവശ്യം ഒന്ന് ഒതുക്കിയതിന് ശേഷം കുറച്ച് ടൈം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഫാമിലി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മീ ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ശരിക്കും പിടിച്ച് വാങ്ങിയൊരു ടൈമാണ്. കാരണം ജോലികളൊക്കെ അത്യാവശ്യം ഒതുക്കി ഇന്നലെ മുതലേ ഇതിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി ടൈം എടുത്ത് എൻ്റെ മുൻകൂർ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് ബിയക്കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. യൂണിക്കോണിൻ്റെ ബാഗ്, നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടൈം ആയതുകൊണ്ട് തന്നെ അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തതാണ് ഈ ഒരു ടൈമിന് വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടോ ചാനൊരു ബുക്കുണ്ട്, ഇത് മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. കുറച്ച് ദിവസമായി അവളെന്നോട് പറയുന്നുണ്ട് ഇത് വായിച്ച് തീർക്കണം, അമ്മ വായിച്ച് തീർക്കണം എന്ന് പറയുന്നുണ്ട്. ഭയങ്കര രസമാണ് ഈ ഒരു ബുക്ക് വായിക്കാൻ. എന്ത് രസമാണെന്നറിയോ? കാര്യം ഒരു കുഞ്ഞു കുസൃതിക്കുട്ടിയുടെ കഥയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഏറ്റവും സൂപ്പറാണ്. വായന ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ബുക്കാണേ. പ്രൊമോഷനൊന്നുമല്ല, മോള് വായിച്ചിട്ട് അവൾക്കങ്ങോട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട് സമാധാനം ഇല്ലാത്ത പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അത്, പക്ഷെ നമുക്ക് മനസ്സിരുത്തി നമ്മളൊരു 5-6 പേജേ വായിക്കാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ തീരുമാനിക്കുന്നതനുസരിച്ച്, അതായത് നമ്മുടെ വീട്ടിൽ റാണിയായിട്ട് വാഴണോ അതോ വേലക്കാരിയായിട്ട് വാഴണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതായത് ഈ ടൈമൊക്കെ കുറച്ച് നമ്മൾ പിടിച്ച് മേടിക്കുക തന്നെ വേണം. ആരും നമുക്കത് കൊണ്ടു തരത്തില്ല. കാര്യം നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്തു എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ആരും ഒരു മൈൻഡും ചെയ്യില്ല. ഞാൻ പലപ്പോഴും എനിക്ക് ബോറടിക്കുന്നു അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് എനിക്ക് മടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അവരെപ്പോഴും പുറത്ത് പോകുന്നുണ്ട്. നമ്മൾ വീട്ടിനകത്ത് തന്നെയാകുമ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സൊന്നും അവർക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും കുറ്റം പറയാണ്ട് നമ്മൾ നമുക്ക് കുറച്ച് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനത് കുറച്ച് പപ്പിക്കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തു, നമ്മുടെ യെല്ലോ കളർ ചാർട്ട് പേപ്പർ. എന്നിട്ട് അതിങ്ങനെ നടുവേ ഒന്ന് മടക്കി ക്രോസ്സായിട്ട് പിന്നെ 2 ചെവിയും കൂടെ മടക്കി കൊടുത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ഈ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തൊരു ടൈം കണ്ടെത്തുമ്പോഴത്തേക്ക് അത് നമ്മുടെ ലൈഫിൽ ഭയങ്കര സക്സസ്ഫുള്ളാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിളാണ്. കാരണം നമ്മളിങ്ങനെ കുറേ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കുക്ക് ചെയ്യാനും മക്കളെ വളർത്താനും ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കാനും ഫാമിലിയുടെ കാര്യം നോക്കാനും എടുക്കുന്ന ടൈമിൽ ഒരു 5 മിനിറ്റ് നമ്മുടെ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിന് നമ്മളത് കൊടുക്കുന്ന ഭയങ്കര റിലാക്സേഷനാണ്. കാരണം എൻ്റെ വ്ളോഗുകൾ കൂടുതലായിട്ടും ഹോം മേക്കേഴ്സിനാണ്. വർക്കിംഗ് മദർ ആയിരുന്നു മുമ്പ് ഞാൻ. ഇപ്പോൾ ഞാൻ 5-6 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, മദർ മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായൊരു ഫ്രസ്ട്രേഷനും ഒരു സ്ട്രെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊരു റിലാക്സേഷനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ ചെയ്യണത്. അപ്പോൾ ഇങ്ങനൊരു 1-1.5 മണിക്കൂർ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിച്ചണിലേക്ക് തന്നെ വന്നു. നമ്മുടെ തട്ടകം അവിടെയാണല്ലോ, അപ്പോൾ അവിടേക്ക് തന്നെ വന്നു. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തതിൻ്റെയും എല്ലാം പാത്രം കഴുകാനുണ്ടായിരുന്നു. ഇത് മുമ്പ് ഞാൻ കാണിച്ച വീഡിയോ രാവിലത്തെയാണ്. അപ്പോൾ ഇത് ഒരു 11 മണിക്ക് ശേഷമുള്ളതാണ്. 10:30-11 ശേഷമുള്ളതാണ്, മക്കളൊക്കെ സ്കൂളിലേക്ക് പോയതിന് ശേഷം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെക്കുകയാണ്. പാത്രം ഇപ്പോൾ കഴുകിയില്ല, വാഷ് ബേസിനിലായിട്ട് എല്ലാം കൊണ്ട് വെച്ചിട്ട് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒതുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് അവിടെ തുണി ഒരു സെക്ഷൻ ഇട്ടിട്ടുണ്ട്. മുന്നത്തെ ദിവസം അലക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ എന്താ പറയുക, ഹോം മേക്കേഴ്സ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു കലം കഴുകി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഉച്ചക്കത്തേന് നമ്മൾ ഒരു പയറുതോരൻ വെക്കുന്നുണ്ട്, അതുപോലെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. അത്രയും മാത്രം ചെയ്യാനുള്ളൂ. പിന്നെ വൈകിട്ടത്തെ കാര്യങ്ങൾ വൈകുന്നേരം ഒരു മക്കൾ വരാനൊക്കെ ആകുമ്പോഴത്തേന് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പയർ വെക്കണതെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് കഴിക്കാൻ വരും, അപ്പോൾ അതുകൊണ്ടാണ്.
അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളപ്പോഴാണെങ്കിൽ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വൈകിട്ടാണ് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചോറ് അവിടെ ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇടയ്ക്ക് കിട്ടിയ ടൈമിൽ പോയിട്ടൊന്ന് അടിച്ചു വാരിയിട്ടു. കിച്ചൺ മാത്രമാണ് അടിച്ചു വാരിയിട്ടത്. പിന്നെ ഒരു സെക്ഷൻ അലക്കാനുള്ളതങ്ങ് വിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ കോഴീനൊക്കെ തുറന്നു വിട്ട് മുട്ടയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ സെറ്റാക്കി എല്ലാം വെച്ചു. അപ്പോൾ നമ്മുടെ തെർമൽ കുക്കറിലോട്ട് നമ്മൾ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയർ അവിടെ അപ്പുറത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ ചതച്ച് ഒന്ന് വഴറ്റിയെടുക്കുന്ന താമസമുള്ളൂ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ച് നമുക്ക് വർക്കുകളൊന്നുമില്ല. നമ്മുടെ അത്യാവശ്യം കിച്ചണിലെ ജോലികളൊക്കെ ഈ ഒരു ടൈമിൽ ഒരു 12:30 ആ ഒരു ടൈം ആയപ്പോഴത്തേന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അലക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ അടിച്ചു വാരിയെല്ലാം നമ്മുടെ വീടൊക്കെ ഒന്ന് നീറ്റാക്കി. അപ്പം ഇനിയിപ്പം നമുക്ക് ഉള്ള പണിയെന്ന് പറഞ്ഞാൽ ഒരു ഡീക്ലട്ടറിങ് ആണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗം എപ്പോഴും ഇങ്ങനെ ഡീക്ലട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡീക്ലട്ടറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനധികം റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അലക്കാനുള്ള ഒരു സെക്ഷനും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സമയത്താണ് നമുക്കൊരു കുഞ്ഞു മഴയും അതുപോലെ തന്നെ ഒരു ചെറിയ കാറ്റും പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ ചെറിയൊരു വെയിലൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് നിന്നപ്പോഴത്തേക്കും നല്ലൊരു കാറ്റൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്ലീനിങ്ങിനുള്ള മൂഡ് വരും. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിനുള്ള ആ ഒരു ഇതിലോട്ട് പോയി. അപ്പോൾ നമ്മൾ ഇച്ചിരി ഫ്രീ ആയി. നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫ്രീ ആയിട്ടോ. അപ്പം ഈ അലമാര കുറേ ദിവസമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണം, ഒന്ന് ഇതിലത്തെ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് കളയണം എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയവും സന്ദർഭമൊന്നും ഒത്തു വരാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ടൈം കിട്ടിയത് കാരണം കൊണ്ട് എന്നാൽ പിന്നെ ഡീക്ലറ്ററിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമ്മളൊരു വീട് ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന പല പല കാര്യങ്ങളാണല്ലോ. അപ്പം കാണാനായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും വേണം. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ജുബ്ബ മോന് ഡാൻസിന് കിട്ടിയതാണ്. അത് അവൻ ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ ഇതിൽ എൻ്റെ കുറച്ച് സാരികളുണ്ട് കേട്ടോ. എനിക്ക് ആകെപ്പാടെ 3-4 സാരിയുള്ളൂ. ഞാനങ്ങനെ സാരി ഉടുക്കലൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ പിന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡംപ് ചെയ്ത് വെക്കും. ആ ഒരു ശീലം എനിക്കുണ്ട്. കുറേ എന്താ പറയുക, നൊസ്റ്റാൾജിക് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരിത്. അതുകൊണ്ട് തന്നെ അലമാരിയുടെ ഉള്ളിൽ അങ്ങ് ശ്വാസം മുട്ടേണ്ട തുണികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ കിട്ടുമ്പോൾ നമുക്കത് വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്ന ടൈമിലാണ് നമ്മൾ ഡീക്ലറ്റർ അല്ലെങ്കിൽ ഡൊണേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൂട്ട് ഞാനും ഇതുപോലെ കുറച്ചിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാരികളൊക്കെ 3-4 എണ്ണം അത് ഒരിക്കൽ പോലും എടുത്തിട്ടില്ല. ഇതെൻ്റെ എൻഗേജ്മെൻറ്റ് കല്യാണത്തിൻ്റെ സെക്കൻഡ് സാരിയാണ്. അതിങ്ങനെ ഭയങ്കരമായിട്ട് പ്രീഷ്യസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ പിന്നീട് ഒറ്റയൊരിക്കൽ മാത്രമാണ് ഞാൻ ഉടുത്തിട്ടുള്ളൂ. അതുപോലെ 10-12 വർഷമായില്ലോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം സാരിയൊക്കെ ഓൾഡ് ഫാഷനായി. അന്നത്തെ ഗിഫ്റ്റ് കിട്ടിയ സാരിയൊക്കെ ഓൾഡ് ഫാഷനായി. അതൊന്നും അങ്ങനെ നമ്മൾ കൂടുതലായിട്ടും ചുരിദാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോരോ ചുരിദാറിൻ്റെ ടോപ്പും പാൻറ്റും ഒന്നുമില്ല, ഷോളുണ്ടാവും. ഷോളില്ലേ, പാൻറ്റും ഇല്ലേ, ടോപ്പ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ കൂടുതലായി യൂസ് ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം അങ്ങോട്ട് കളയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളത് യൂസ് ചെയ്യില്ല. അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടേ യൂസ് ചെയ്തേനായിരുന്നു. നമ്മൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഇപ്പം ഇടുന്ന ചുരിദാറുകൾ അല്ലെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ ഷർട്ടും പിള്ളേരുടെ ഡ്രസ്സും എല്ലാതും ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപയോഗമുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് കേട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ ഒരു സെക്കൻഡ് സാരി. അപ്പോൾ ഞാനതെല്ലാം എടുത്തൊന്ന് കവറിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പകുതി സമാധാനമാവും എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ നമുക്ക് ഏജ് ആവുന്തോറും കുറച്ചും കൂടിയും പക്വതയും ഒക്കെ വരുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു ഇതുപോലുള്ളൊരു ചിന്തയാണ് ഇപ്പം വന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം യൂസ് ചെയ്യാൻ ഇതില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ഒഴിവാക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലമാരി സെറ്റ് ചെയ്തു. അടിയിലത്തെ തട്ട് കുറച്ചൊരു ഇതായിട്ട് അങ്ങനെ എന്താ പറയുക, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ട ചിലതൊക്കെ. പക്ഷേ മേലത്തെ തട്ടൊക്കെ നല്ല നീറ്റായിട്ട് ഒതുക്കി സെപ്പറേറ്റ് ചെയ്ത് വീട്ടിലിടുന്ന ഡ്രസ്സും അങ്ങനെ എല്ലാം വെച്ച്
അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മോസ്റ്റ്ലി നമ്മൾ ഹോം മേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ചെയ്യണത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.